ഹലോ ഗൈസ്, നിങ്ങളെല്ലാവരും ഓക്കെ ആണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും ഓക്കെ ആണോ എന്ന്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് മൗറീഷ്യസിലാണെങ്കിൽ ഒരു നോൺ മെഡിക്കൽ വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ OT nurse, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന സ്ക്രബ് നഴ്സുമാർക്കാണ് വേക്കൻസി ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. നമുക്ക് അവർ ചോദിക്കുന്നത് 2 to 4 years എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. ഇപ്പൊ നാട്ടിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നമുക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളും, നാട്ടിലല്ല എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ രജിസ്ട്രേഷനും കാര്യങ്ങളും മസ്റ്റ് ആയിട്ട് വേണം. പിന്നെ രണ്ടാമത്തെ വേക്കൻസീസ് എന്ന് പറയുന്നത് നമുക്ക് ഫാർമസി ഡിസ്പെൻസറിലേക്കാണ് രണ്ടാമത്തെ ഒരു വേക്കൻസി വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ, അതായത് ഇതിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ എനിക്ക് വന്ന് ഡയറക്റ്റ് എന്റെ കമന്റിൽ നിങ്ങൾക്ക് മെയിൽ എന്ന് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഡയറക്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ആ മെയിൽ ഐഡി ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ആ മെയിൽ ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ CV അയക്കാം. CV അയച്ചിട്ട് വെയിറ്റ് ചെയ്യുക, അവർ വിളിക്കുമോ എന്നുള്ളത്. എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്നില്ല ഈ മെയിൽ അയച്ച് അവർ നിങ്ങൾ എല്ലാവരും സെലക്ട് ചെയ്യുമെന്ന്. അവർക്ക് ഇഷ്ടപ്പെട്ട് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള CV കാര്യങ്ങളാണെങ്കിൽ അവർ നിങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അല്ലാതെ 2-3 നോൺ മെഡിക്കൽ വേക്കൻസീസ് കൂടിയുണ്ട്. അപ്പൊ ഈ വേക്കൻസിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി താല്പര്യമുള്ളവർ എനിക്ക് DM ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, കൊളീഗ്സ് ആരെങ്കിലും ഒക്കെ പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള നഴ്സുമാർ, അതായത് OT വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സുമാരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരോട് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയും. വേറൊരു കാര്യം, ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാ സർട്ടിഫിക്കറ്റിലും പാസ്പോർട്ടിലും സെയിം ആയിരിക്കണം. ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഒരുപോലെ ആയിരിക്കണം. നിങ്ങൾക്ക് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും മസ്റ്റായിട്ട് നാട്ടിൽ നിന്ന് അത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റിലും കാര്യങ്ങളും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെയിം ആയിരിക്കുന്ന രീതിയിൽ ആക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാവുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി മാറും. പിന്നെ അതിന്റെ പുറകെ നമ്മൾ നടക്കേണ്ടി വരും, എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യേണ്ടത്. പിന്നെ എഗെയിൻ നമുക്ക് അതൊരു ഇഷ്യൂ ആവും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം പ്രോപ്പർ ആയിട്ടൊന്ന് നോക്കുക. ിലാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അത് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പെർമിറ്റ് കിട്ടുള്ളൂ. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യേണ്ട, അവർ ഫ്രഷേഴ്സിന് എന്തായാലും എടുക്കുന്നില്ല ഇതിലേക്ക്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ മാത്രമാണ് അപ്പൊ അവർ ഹയർ ചെയ്യുന്നത്. അപ്പൊ ഗൈസ്, നിങ്ങൾ ഒട്ടും താമസിക്കാതെ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, കൊളീഗ്സ് ആരെങ്കിലും OT വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് നഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരോട് അപ്ലൈ ചെയ്യാൻ പറയുക. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ സീ സൂൺ.